നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് അതിഥി ദേവോ ഭവ. നമ്മൾ ഇന്ത്യക്കാർ പറഞ്ഞു പറഞ്ഞ് ആ വാക്കിനുള്ള ആത്മാഭിമാനം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. എന്തൊരു സമൂഹമായാണ് നാം മാറിക്കൊണ്ടിരിക്കുന്നത്. Shocker in Karnataka's tourist heaven. A US woman tourist has alleged that she was raped at a homestay in Kodagu, triggering outrage and serious questions over tourist safety. Now, police have arrested 2 accused, including a staffer from Jharkhand named as the prime suspect and the homestay owner as well. ഒരു സ്ത്രീ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി നമ്മുടെ നാടിന്റെ ഭംഗി ആസ്വദിക്കാനും സംസ്കാരം അറിയുവാനുമായി വരുന്നു. പ്രകൃതി ഭംഗി നിറഞ്ഞ കുടകിൽ അവരൊരു ഹോം സ്റ്റേയിൽ താമസിക്കുന്നു. സമാധാനപരമായ ഒരു അന്തരീക്ഷം പ്രതീക്ഷിച്ച് അവർ നേരിട്ടത് ഭയാനകമായ കാര്യങ്ങളായിരുന്നു. ഹോം സ്റ്റേയിലെ സ്റ്റാഫ് മയക്കുമരുന്ന് കലക്കി എന്തോ കുടിക്കാൻ കൊടുത്ത് അവരെ പീഡിപ്പിക്കുന്നു. ക്രൂരത അവിടെയും അവസാനിക്കുന്നില്ല. ഹോം സ്റ്റേയുടെ ഓണർ 3 ദിവസം അവർക്ക് യാതൊരു സഹായവും ലഭ്യമാക്കാതാക്കുന്നു. വൈഫൈ പോലും അവരെ കട്ട് ചെയ്യുന്നു. യാതൊരു സഹായവും ലഭിക്കാതെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ഐസൊലേറ്റഡായി 3 ദിവസം ഒരു വിദേശ വനിത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതൊരു പാറ്റേണായി തുടരുകയാണ്. നമ്മൾ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും അടുത്ത ഹെഡ്ലൈൻ, അടുത്ത വിക്ടിം, എല്ലാത്തിനും നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. എത്രനാൾ നമ്മൾ ഈ നാടകം തുടരും? എത്രനാൾ മനുഷ്യത്വത്തെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആർഷഭാരത സംസ്കാരം എന്ന വാക്കിൻ്റെ പിന്നിൽ ഒളിക്കും? സംസ്കാരം എന്നത് പറയുന്നതല്ല, ചെയ്യുന്നതാണ് എന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കും? ഒരു വിദേശ നാട്ടിൽ ആ വനിത അനുഭവിച്ച ഭയം എത്രമാത്രമായിരിക്കും? സഹായത്തിന് ഒരു മനുഷ്യൻ പോലുമില്ലാതെ ടൂറിസം എന്ന മോഹന വാഗ്ദാനം നൽകി ഈ രാജ്യം അവരെ പറ്റിക്കുകയായിരുന്നു. എന്തായാലും നല്ല പേരാണ് ഈ രാജ്യത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? സ്വന്തം നാട്ടിലെ സ്ത്രീകളോടില്ലാത്ത മര്യാദ വിദേശ വനിതയോട് കാണിക്കാൻ പറ്റുമോ? ഈ രാജ്യത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യമല്ല ഇതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ ഗ്രാമങ്ങളിലേക്ക് ചെല്ലണമെന്നാണ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിരിക്കുന്നത്. സുരക്ഷയും ആത്മാഭിമാനവും ഇല്ലാത്ത എന്ത് ആത്മാവ്?